നമസ്കാരം. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ്. NDAയ്ക്ക് അനുകൂലമല്ല എന്ന രൂപത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ, വിലയിരുത്തലുകൾ വോട്ടെണ്ണൽ തീയതിയോടൊക്കെ അടുക്കുമ്പോൾ ഇപ്പോൾ കടന്നു വരുന്നു. അതിൽ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ചാണക്യനെന്നും അതുപോലെ തന്നെ ബുദ്ധിജീവി എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന യോഗേന്ദ്ര യാദവിനെ സംബന്ധിച്ച് അദ്ദേഹം ചില്ലറക്കാരനല്ല. 20 വർഷത്തോളം ദൂരദർശൻ അതുപോലെ തന്നെ CNN തുടങ്ങിയ ചാനലുകളിലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ വലിയ അറിവുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് ഒരുപാട് പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് യോഗേന്ദ്ര യാദവ്. ഇത്തവണ NDA കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ലെന്നാണ് യോഗേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പ്രഭാകറും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇത്തവണ മോദി ഇന്ത്യ ഭരിക്കില്ലെന്നാണ്. രാജ്യം മുഴുവൻ ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുതിയ അഭിപ്രായങ്ങളും വിശകലനങ്ങളും എല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരികയും NDAയ്ക്ക് എതിരായിട്ടും വരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉത്തരേന്ത്യൻ ചാനൽ ഒരു സർവേ ഫലം പുറത്തുവിട്ടിരുന്നു. ആ സർവേയിൽ പോലും അവരുടെ അഭിപ്രായം ഇന്ത്യ മുന്നണിക്ക് അനുകൂലവും NDAയ്ക്ക് എതിരുമാണ്. ഏകദേശം ശരിയെന്ന് തോന്നുന്ന ഒരു അഭിപ്രായ സർവേ എന്നാണ് ഈ റിപ്പോർട്ട് മുഴുവൻ കണ്ടതിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നത്. നമ്മുടെ രാജ്യത്ത് 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കും, എവിടെയൊക്കെ ആയിരിക്കും ജയം ഉണ്ടാവുക, ആരൊക്കെ തോൽക്കുമെന്ന് ഈ സർവേ ഫലം കൃത്യമായിട്ട് വ്യക്തമാക്കുകയാണ്. ഈ സർവേ എല്ലാവരും ഒന്ന് നോക്കുക. ആദ്യം നമുക്ക് രാജസ്ഥാനാണ്. രാജസ്ഥാനിലാകട്ടെ 25 സീറ്റുകളാണുള്ളത്. ഈ 25 സീറ്റുകളിൽ 9 സീറ്റുകൾ NDA വിജയിക്കുമെന്നും 16 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. അടുത്തത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണെങ്കിൽ 29 സീറ്റുകളാണുള്ളത്. ഈ 29 സീറ്റുകളിൽ 15 സീറ്റുകൾ NDA വിജയിക്കുമെന്നും അതുപോലെ തന്നെ 14 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി അടുത്തത് ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൽ 11 സീറ്റുകളുണ്ട്. ഈ 11 സീറ്റുകളിൽ 4 സീറ്റുകൾ NDA വിജയിക്കുമെന്നും അതുപോലെ തന്നെ 7 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി തെലങ്കാനയാണ്. തെലങ്കാനയിൽ 17 സീറ്റുകളാണ്. ഈ 17 സീറ്റുകളിൽ 2 സീറ്റുകൾ NDA വിജയിക്കുമെന്നും അതുപോലെ 11 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും 4 സീറ്റുകളിൽ മറ്റുള്ളവർ വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി അടുത്തത് ബീഹാറാണ്. ബീഹാറിൽ 40 സീറ്റുകളുണ്ട്. ഈ 40 സീറ്റുകളിൽ 14 സീറ്റുകളിൽ NDA വിജയിക്കുമെന്നും 24 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും അതുപോലെ തന്നെ 2 സീറ്റുകൾ അത് മറ്റുള്ളവർ വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി അടുത്തത് ബംഗാളാണ്. ബംഗാളിൽ 42 സീറ്റുകളാണുള്ളത് ആകെയുള്ളത്. ഈ 42 സീറ്റുകളിൽ 15 സീറ്റുകൾ NDA വിജയിക്കുമെന്നും അതുപോലെ തന്നെ 27 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി അടുത്തത് തമിഴ്നാട്. നമുക്ക് തമിഴ്നാട്ടിലേക്ക് നോക്കാം. 39 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. ഈ 39 സീറ്റുകളിൽ 2 സീറ്റുകൾ NDA വിജയിക്കുമെന്നും അതുപോലെ തന്നെ 36 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും 1 സീറ്റ് അത് മറ്റുള്ളവർ വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി അടുത്തത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ 14 സീറ്റുകളുണ്ട്. ഈ 14 സീറ്റുകളിൽ 4 സീറ്റുകൾ NDA വിജയിക്കുമെന്നും അതുപോലെ തന്നെ 8 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും 2 സീറ്റുകളിൽ മറ്റുള്ളവർ വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. അടുത്തത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ 5 സീറ്റുകളുണ്ട്. 5 സീറ്റുകളിൽ 4 സീറ്റ് അത് NDA വിജയിക്കുമെന്നും അതുപോലെ തന്നെ 1 സീറ്റിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി നമുക്ക് അസമിലെ കാര്യം പറയുകയാണെങ്കിൽ അസമിൽ 14 സീറ്റുകളുണ്ട്. ഈ 14 സീറ്റുകളിൽ 8 സീറ്റ് NDA വിജയിക്കുമെന്നും 5 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും 1 സീറ്റ് മറ്റുള്ളവർ വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി ഹരിയാനയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഹരിയാനയിൽ 10 സീറ്റുകളുണ്ട്. 10 സീറ്റിൽ 4 സീറ്റുകൾ NDA വിജയിക്കും. അതുപോലെ തന്നെ 6 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി പഞ്ചാബിലേക്ക് വന്നാൽ പഞ്ചാബിൽ 13 സീറ്റുകളുണ്ട്. 13 സീറ്റുകളിൽ 1 സീറ്റ് പോലും NDAയ്ക്ക് ഇത്തവണ ലഭിക്കില്ലെന്നാണ് സർവേ പറയുന്നത്. 13 സീറ്റുകളും ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി ഹിമാചലിലേക്ക് വന്നാൽ ഹിമാചലിൽ 4 സീറ്റുകളുണ്ട്. ഈ 4 സീറ്റുകളിൽ 2 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പവും 2 സീറ്റുകൾ NDAയ്ക്കൊപ്പവും എന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ 48ഓളം സീറ്റുകളുണ്ട്. ഈ 48ൽ 18 സീറ്റുകളിൽ NDA വിജയിക്കുമെന്നും 30 സീറ്റുകളുണ്ട് അവിടെ ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 20 സീറ്റുകളിൽ
ആകെ 20 സീറ്റുകളാണ് മൊത്തമുള്ളത്. ആ 20 സീറ്റുകളിൽ 20ഉം ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഒരു സീറ്റ് പോലും NDAക്ക് നേടാനായിട്ട് സാധിക്കില്ലെന്നും സർവേ വിലയിരുത്തും. കേരളത്തിൽ NDAക്ക് ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലങ്ങൾ പ്രധാനമായിട്ടും തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരം ഒക്കെയാണ്. എന്നാൽ പോലും തൃശ്ശൂരും തിരുവനന്തപുരമൊന്നും ഇത്തവണ NDAക്ക് നേടാൻ സാധിക്കില്ല എന്നാണ് ഈ ഒരു സർവേ വിലയിരുത്തുന്നത്. ഇനി കർണാടകയാണ്. കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ 28 സീറ്റുകളുണ്ട്. 28ൽ 8 സീറ്റുകൾ NDAക്കൊപ്പവും അതുപോലെ തന്നെ 20 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് ഇപ്പോൾ സർവേ പറയുന്നത്. ഇനി ഉത്തർപ്രദേശാണ്. ഏറ്റവും അധികം മണ്ഡലങ്ങൾ അല്ലെങ്കിൽ സീറ്റുകളുള്ള ഒരു മേഖലയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെ കണക്കുകൾ പറയുകയാണെങ്കിൽ 80 സീറ്റുകളുണ്ട്. ഈ 80 സീറ്റുകളിൽ 30 സീറ്റ് NDAക്കൊപ്പവും 50 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് ഇപ്പോൾ സർവേ പറയുന്നത്. ഇനി ആന്ധ്രാപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുകളുണ്ട്. ഈ 25 സീറ്റുകളിൽ NDAക്കൊപ്പം ഒരു സീറ്റ് പോലുമില്ല. 5 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പവും അതുപോലെ തന്നെ ബാക്കി 20 സീറ്റുകൾ അത് മറ്റുള്ള പാർട്ടികളിലേക്കുമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവേയിൽ NDAക്ക് ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി നമ്മൾ ഒഡീഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒഡീഷയിൽ 21 സീറ്റുകളാണ്. ഈ 21 സീറ്റുകളിൽ 8 സീറ്റുകൾ NDAക്കൊപ്പവും അതുപോലെ തന്നെ 2 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പവും എന്നാണ് സർവേ വിലയിരുത്തുന്നത്. എന്നാൽ 11 സീറ്റുകൾ മറ്റുള്ളവർക്കൊപ്പമാണ്. ഇനി ഗുജറാത്താണ്. ഗുജറാത്തിൽ 26 സീറ്റുകളുണ്ട്. ഈ 26 സീറ്റുകളിൽ 23 സീറ്റുകൾ NDAക്കൊപ്പവും അതുപോലെ തന്നെ 3 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ 2 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 2 സീറ്റുകളിൽ ഒരു സീറ്റ് NDAക്കൊപ്പവും അതുപോലെ തന്നെ മറ്റൊരു സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി ഗോവയാണ്. ഗോവയിലാകട്ടെ 2 സീറ്റുകൾ ഇതുപോലെ തന്നെ. ഈ 2 സീറ്റുകളിൽ 2 സീറ്റും NDAക്കൊപ്പമെന്നാണ് ഇപ്പോൾ സർവേ വിലയിരുത്തുന്നത്. ഇനി മണിപ്പൂരാണ്. മണിപ്പൂരിൽ 2 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 2 സീറ്റുകളിൽ ഒരു സീറ്റ് NDAക്കൊപ്പവും മറ്റൊരു സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് സർവേ വിലയിരുത്തുന്നത്. മണിപ്പൂരിലെ പോലെ തന്നെയാണ് മേഘാലയയിലേക്ക് നമ്മൾ വന്നാലും മേഘാലയയിലും ഇതുപോലെ തന്നെയാണ്. 2 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 2 സീറ്റുകളിൽ ഒരു സീറ്റ് NDAക്കൊപ്പവും അതുപോലെ തന്നെ മറ്റൊരു സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി ത്രിപുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രിപുരയിൽ 2 സീറ്റുകളുണ്ട്. ഈ 2 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. 2 സീറ്റുകളും NDAക്കൊപ്പം എന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി മിസോറാമിലേക്ക് വന്നു കഴിഞ്ഞാൽ മിസോറാമിൽ ആകെയുള്ളത് ഒരു സീറ്റാണ്. ഈ ഒരു സീറ്റ് NDAക്ക് നേടാൻ സാധിക്കില്ല, ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിക്കില്ല. അത് മറ്റുള്ളവർക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. അടുത്തത് നാഗാലാൻഡാണ്. നാഗാലാൻഡിൽ ഒരു സീറ്റാണുള്ളത്. ആ നാഗാലാൻഡിലെ ഒരു സീറ്റ് നേടുന്നത് ഇന്ത്യ മുന്നണിയായിരിക്കില്ല, NDA ആയിരിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി സിക്കിമിലേക്ക് വന്നാൽ സിക്കിമിൽ ഒരു സീറ്റാണുള്ളത്. ആ ഒരു സീറ്റ് NDAക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി അടുത്തത് ദില്ലിയാണ്. ദില്ലിയിൽ ആകെ 7 സീറ്റുകളാണ്. 7 സീറ്റുകളിൽ 4 സീറ്റ് ഈ NDAക്കൊപ്പവും അതുപോലെ തന്നെ 3 സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി ജമ്മു കാശ്മീരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആകെയുള്ളത് 5 സീറ്റുകളാണ്. ഈ 5 സീറ്റുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് 2 സീറ്റുകൾ അത് NDAക്കൊപ്പവും അതുപോലെ തന്നെ 3 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നാണ് സർവേയുടെ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അടുത്ത് നമ്മൾ ചണ്ഡീഗഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചണ്ഡീഗഡിൽ സംഭവിക്കുന്നത് അവിടെ ആകെയുള്ളത് ഒരു സീറ്റാണ്. ആ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞപ്പോൾ 539 സീറ്റുകളിൽ 186 NDAക്കൊപ്പമാണ്. അതുപോലെ തന്നെ 311 ഇന്ത്യ മുന്നണിക്കൊപ്പം, 42 മറ്റുള്ളവർക്കൊപ്പമെന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ 539 നമ്മൾ പറഞ്ഞപ്പോൾ വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ട്. ഇനി നമ്മൾ ലഡാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മണ്ഡലമാണുള്ളത്. ആ ഒരു മണ്ഡലത്തിൽ NDAക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി മറ്റൊരു മണ്ഡലമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലാകട്ടെ ഒരു സീറ്റ്, ആ ഒരു സീറ്റ് NDAക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി മറ്റൊരു മണ്ഡലം പുതുച്ചേരിയാണ്. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ പുതുച്ചേരിയിൽ ഒരു സീറ്റാണ് ആകെയുള്ളത്. ഈ ഒരു സീറ്റ് NDAക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ ആൻഡമാനിലേക്ക് പോവുകയാണ്. ആൻഡമാനിലും ഒരു സീറ്റാണ് ആകെയുള്ളത്. ഈ ഒരു സീറ്റ് NDAക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 543 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ചപ്പോൾ അതിൽ 190 സീറ്റുകൾ NDAക്കൊപ്പവും അതുപോലെ തന്നെ 311 എന്ന ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.